الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون. صدق الله العظيم. ما ملأ ابن آدم وعاء شرا من بطن حسب ابن آدم لقيمات يكن صلبا. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായൊരു വെള്ളിയാഴ്ച പ്രഭാതത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മൾ ചെയ്ത അമലുകളും തേടിയ തേട്ടങ്ങളും എല്ലാം സ്വീകരിക്കുകയും വലിയ പ്രതിഫലം തന്ന് അവൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യ ശരീരത്തിലെ 7 സുപ്രധാന അവയവങ്ങളെ സൂക്ഷിക്കാനും അവക്ക് പരിരക്ഷയും സംരക്ഷണവും കൊടുക്കാനുമൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കണ്ണിനെ പറ്റി പറഞ്ഞു, കാതിനെ പറ്റി പറഞ്ഞു, നാവിനെ പറ്റി പറഞ്ഞു. മഹാനവറുകൾ പറയാണ്, അടുത്തത് വയറ് സൂക്ഷിക്കണം. വയറ് സൂക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിതഭോജനം. അതാണ് മനുഷ്യന് നല്ലത്. മിതഭോജനമാണ്. അത് വിവേകത്തിൻ്റെ അടയാളം കൂടിയാണ്. അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരു പാകത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മഹാനവറുകൾ തരുന്ന ഉപദേശങ്ങളിൽ പെട്ടതാണ്. فحفظه من أهم المهمات وذلك بكفه عن الحرام والشبهات ثم عن فضول الشهوات وعن الشبع من الحلال. ഏറ്റവും മുഖ്യമായൊരു കൂട്ടത്തിൽപ്പെട്ടതാണ് വയർ. വയർ വളരെ മുഖ്യമായ വിഷയമാണ്. വയറിനെ എങ്ങനെ സൂക്ഷിക്കുക? ഒന്ന് ഹറാമായ ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് കടത്താതിരിക്കുക. രണ്ടാമത്തത്, ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ല, കൺഫ്യൂഷൻ ഉണ്ടാകണം. ഭക്ഷണം ഹറാമാണ് അല്ലെങ്കിൽ ഹലാലാണോ, രണ്ടും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹലാലാന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. തോന്നുന്നുണ്ട് എന്തോ ഹലാലല്ലാത്ത കലർന്നിട്ടുണ്ടോ എന്നാൽ അങ്ങനെ തോന്നുന്ന ഭക്ഷണത്തിനാണ് ശുബ്ഹാത്ത് എന്ന് പറയാം. ഈ ശുബ്ഹാത്തും കഴിക്കാതിരിക്കുക, ഇതാണ് പള്ളയെ സൂക്ഷിക്കുക എന്നുള്ളതിന്റെ രൂപത്തിൽ രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ മനുഷ്യനുണ്ടാകേണ്ടതാണ് ഓരോ ഭക്ഷണത്തിലേക്കും ആർത്തി ഉണ്ടാവുക. അത് തിന്നണം, ഇത് തിന്നണം, കുഴിമന്തി, ചട്ടിമന്തി, അത് ഇത് എന്നുള്ള പല പേരിൽ, പോത്തുംകാല്, മാവുംകാല് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പലതും പേര്. അപ്പൊ ഇതെല്ലാം ഏതൊക്കെ ഉണ്ട് പുതിയ ഇറക്കുമതിയിലുള്ള ഭക്ഷണം, അതൊക്കെ തേടിപ്പിടിച്ച് അതിന്റെ സ്പെഷ്യൽ സ്ഥലം എവിടെയാണ് അവിടെ പോയി ഇങ്ങനെ വാരി വലിച്ച് ഇങ്ങനെ കഴിക്കുക. അപ്പോ ഇതിന്റെ മനസ്സിന്റെ ഇച്ഛക്കനുസരിച്ച്, മനസ്സിന്റെ വികാരത്തിന് അഡിക്റ്റായിട്ട് കിട്ടുന്നതെല്ലാം വാരി വലിച്ചു കഴിക്കുന്ന രീതി, അതും നമ്മൾ എന്താക്കണം? അതും പള്ളയെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അത് ഒഴിവാക്കണം. ഇനി ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണമാണെങ്കിലും എപ്പോഴും വയറ് നിറച്ച് കഴിക്കുന്ന രീതി, അത് ഒഴിവാക്കണം. വയറ് നിറയെ കഴിക്കുക. ഹലാലാണെന്ന് ഉറപ്പുണ്ടെങ്കിലും മൂക്കറ്റം കഴിക്കാന്നൊക്കെ പറയുന്നില്ല. ഇനി ചില ആളുകൾ പറയും, മോനെ പായസം കൊണ്ടുകൊടുക്കും, ഇനി ഇത് അങ്ങനെ ഇതിൽ സ്ഥലമില്ല, കാരണം അത്രയും ഫുള്ള് ബാക്കിയുള്ളതൊക്കെ കയറ്റി, ഇനി പായസം കൂടി അതിലേക്ക് കയറുന്ന സ്ഥലമില്ല എന്ന് പറയുന്ന രൂപത്തിൽ അത്രയും ഫുള്ളായിട്ടുള്ള ഭോജനം അത് ഒഴിവാക്കണം. ഫദാലിക മക്റൂഹുൻ, എന്താണത്? കറാഹത്താണ്, ഒഴിവാക്കേണ്ടതാണ്. ഒരുപാട് ആപത്തുകളും ഒരുപാട് ഇടങ്ങേറുകളും നമുക്ക് അതിനെക്കൊണ്ടുണ്ട്. ഇങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഈ ഇച്ഛക്കനുസരിച്ച് കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കുക, അങ്ങനത്തെ രീതിക്കൊക്കെ നമുക്ക് അപകടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്.
എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് അപകടം എന്ന് ചോദിച്ചാൽ ഒന്ന്, ഈ അമിതമായ ഭോജനവും ആർത്തിക്കൊണ്ടിട്ടുള്ള ഭോജനവും ഒക്കെ എന്താക്കും ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തെ കടുപ്പിക്കും. ഹൃദയം കറുക്കുക, ഹൃദയം കടുക്കുക എന്നൊക്കെ പറഞ്ഞ തെറ്റുണ്ടല്ലോ, ആ കുഴപ്പമുണ്ടാവും. നമ്മുടെ ഹൃദയത്തിനാണ് അതിന്റെ തകരാറ് വരുന്നത്. ഹൃദയം കടുത്താൽ എന്താ ഉണ്ടാവുക? ഹൃദയം കടുത്താൽ ഒരാളോട് കൃപ ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിനൊരു അലിവുണ്ടാകണ്ടേ, വേണ്ടപ്പെട്ടവരോട്, പ്രിയപ്പെട്ടവരോട്, മറ്റുള്ള ജനങ്ങളോട്, മറ്റുള്ള മൃഗങ്ങളോട്, മൃഗാദി ജീവികളോട്, എല്ലാത്തിനോടും എന്തുവാണ് നമുക്ക് മനസ്സിലൊരു കൃപ ഉണ്ടാവും. ആ കൃപയൊന്നും ഉണ്ടാവില്ല ഹൃദയം കടന്നു പോയാൽ. ധിക്കാരം വരും, അഹങ്കാരം വരും, പിന്നെ ആക്രമണ സ്വഭാവം വരും. ഇതെല്ലാം ഹൃദയം കടുക്കുമ്പോൾ ഉണ്ടാകുന്ന. ആ ഹൃദയം കടുക്കാൻ ഏത് കാരണമാകും? ഈ പറഞ്ഞ ഭോജനം കാരണമാകും. അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ നമ്മുടെ ശരീരാവയവങ്ങൾക്ക് എന്ത് വരും? ഒരു ക്ഷീണം വരും, മടി വരും. വേണ്ട വേണ്ട എന്ന് തന്നെ പറയും. ഇപ്പം അത് വേണ്ട, അതിന് പോണ്ട, ഇങ്ങനെ ചെല്ലണ്ട, നിസ്കരിക്കണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ താഴത്ത് ചെയ്യുന്നതിൽ നിന്ന് ശരീരാവയവങ്ങൾക്ക് എന്തുണ്ടാവും എന്ന് പറയാൻ? പിടിച്ചുവലിയുണ്ടാവും, പിന്നോട്ടടി ഉണ്ടാവും. ഇബാദത്തിനൊന്നും ഒരു ആവേശം കിട്ടും, ഒരു ഉന്മേഷം കിട്ടില്ല. വിവാദത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ആത്മീയ ഇതുകൊണ്ട് അനുഭൂതി ഉണ്ടാവില്ല, അതുണ്ടാവില്ല. മാത്രമല്ല അറിവ് നേടുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്നതിൽ കുറവുണ്ടാവും. ഗ്രാഹ്യശേഷി കുറയും. കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള ശേഷി കുറയും. ഈ അറിവും തത്വങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കണമല്ലോ. അതിന്റെ ഗ്രാഹ്യശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആര് വലിച്ച് പള്ളമർച്ചും തിന്ന് നല്ല രീതി കയറുന്നത്. കാരണം ഈ തിന്നാല് പിന്നെ അവർക്ക് ഒന്നുണ്ടാവില്ല, ഗ്രാഹ്യശേഷി കുറയും. അപ്പൊ അവർക്ക് മിതമായ ഭക്ഷണമേ കുട്ടികൾക്കും പറ്റുള്ളൂ. അവരെ ആ രൂപത്തിൽ അവരെയും എന്ത് ചെയ്യണം? ശീലിപ്പിക്കണം. അതുപോലെ തന്നെ ദുർബലരായ ആളുകളോടും, അതുപോലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളോടും മനസ്സിൽ കൃപയും സ്നേഹവും ഉണ്ടാകുന്നത് കുറയും. ഞാനും എൻ്റെ കുട്ടിയോടും പിന്നെ തട്ടാനും എന്നുള്ളൊരു സ്വയം എന്താ പറയുക, സ്വാർത്ഥതയിലേക്ക് നമ്മുടെ മനസ്സ് ചുരുങ്ങി പോകും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം, ആ ചിന്ത വരില്ല. ഒക്കെ എനിക്ക് എന്നുള്ള ആ ഒരു ചിന്ത വരാനും ഇതുകൊണ്ട് കാരണമാകും. അമിത ഭോജനം കൊണ്ടും ഈ ഇച്ഛിച്ചതെല്ലാം വാരി വലിച്ചു തിന്നുന്നത് കൊണ്ടും ഉണ്ടാകും എന്ന് മഹാനവറുകൾ നമ്മളെ ഉപദേശിക്കുകയാണ്, നമുക്ക് പറഞ്ഞു തരാം. മാത്രമല്ല, ഇങ്ങനെയുള്ള ആർത്തി പിടിച്ച ഭോജനം ഹറാമും ഹലാലും വ്യക്തതയില്ലാത്ത ശുഭത്തിന്റെ ഭക്ഷണം അകത്തേക്ക് ചെല്ലാനും, അങ്ങനെ അത് ചെന്ന് പിന്നെ പച്ച ഹറാമായ ഭക്ഷണം തന്നെ അകത്ത് ചെല്ലുന്നതിനും അത് സഹായകരമാണ്. അങ്ങനെ ഉണ്ടല്ലോ, ചെറുത് ചെയ്ത് പിന്നാണ്ട് വലുതിലേക്ക് എത്തുമല്ലോ. അങ്ങനെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ശർറായ പാത്രം അവന്റെ വയറാണ്. ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങൾ, ഏത് പാത്രത്തിൽ എന്തൊക്കെ ഇട്ട് നിറച്ചാലും പള്ള നിറക്കുന്നത് പോലെയുള്ള അപകടം വേറെ നിറക്കലില്ല. അപ്പൊ ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ശർറായത് അവന്റെ വയറാണ്. വിവിധ തരം ഭക്ഷണം, വിവിധ നിറം വസ്ത്രം കിട്ടുന്നതൊക്കെ, പലതരത്തിലുള്ള ഫുഡ് വാങ്ങി കഴിക്കുക. കാണുന്ന നിറത്തിലൊക്കെ ഉള്ള ഒരു ടെക്സ്റ്റൈൽസിൽ പുതിയ ഒരു ഡിസൈൻ, പുതിയൊരു വസ്ത്രം ഇറങ്ങിയ അപ്പം അത് പോയി അത് കിടന്നു. ഇങ്ങനെയുള്ള വിവിധ തരം ഭക്ഷണം, വിവിധ നിറം വസ്ത്രം, വായി നിറച്ചുള്ള സംസാരം. ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഓരോ ഉള്ളൂ, വായി നിറച്ച് ഭയങ്കര ബെഡായിന്റെ ആളായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ പിന്നെ എന്താ പറയാ, വിവിധ തരം ഭക്ഷണവും വിവിധ നിറം വസ്ത്രങ്ങളും വായി നിറച്ചുള്ള സംസാരവും ഇത് ചിലരുടെ ഹോബിയാണ്, അവർ മോശക്കാരാണ് എന്നും നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ തിരുദൂതർ, ലോക രാജാവാണ്, മുടിചൂടാൻ മന്നനാണ്. ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച ആ മഹൽ വ്യക്തിത്വം കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് അവിടുത്തെ ഹദീസിൽ കാണാം, തൊലി കളയാത്ത, തവിട് പോക്കാത്ത പരുക്കൻ പത്തിരിയായിരുന്നു വരുന്നത്.
തൊലി കളയാത്ത ഗോതമ്പിന്റെ ഒക്കെ തൊലി കളയുന്ന പരുക്കൻ വസ്ത്രം, പിന്നെ ഭക്ഷണം അത്ര നൈസായിട്ടുള്ളതോ അത്ര ഗംഭീരമായിട്ടുള്ളതോ മുന്തിയ ഇനത്തിൽപ്പെട്ടതോ ഒന്നുമല്ല. അങ്ങനെയായിരുന്നു അവിടുത്തെ ഭക്ഷണ രീതി. ആ ഭക്ഷണം കഴിക്കുന്നത് തന്നെ മര്യാദപൂർവ്വമാകുക എന്നുള്ളത് ഓരോ മുസ്ലിമും പ്രത്യേകം ശ്രദ്ധിക്കണം. വേഗം വാരി വലിച്ച് കഴിക്കരുത്. ആരംഭത്തിൽ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹനെ സ്തുതിക്കണം. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നിയ്യത്ത് ഉണ്ടാവണം. ആ നിയ്യത്താണ് മരിക്കുവോളം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് അഡ്രസ് വരുന്നത്. എന്താണ് ആ നിയ്യത്ത്? ഈ ഭക്ഷണം ഞാൻ കഴിക്കുന്നത് അള്ളാഹുവിനെ താഴത്ത് ചെയ്യാൻ എൻ്റെ തടിക്ക് ശേഷി കിട്ടാനാണ്. ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ എൻ്റെ തടിക്ക് എന്തുവാണ്? ശേഷി ഉണ്ടാക്കണം. എൻ്റെ തടിക്ക് ആരോഗ്യം ഉണ്ടാകണം. എൻ്റെ തടിക്ക് പൂവത്ത് കിട്ടണം, ബലം കിട്ടണം. ഈ ബലം കിട്ടിയാലേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വേണ്ടതുപോലെ അള്ളാഹ്ക്ക് താഴത്ത് ചെയ്ത് ജീവിക്കാൻ കഴിയുള്ളൂ. അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളൊരു നിയ്യത്ത് മനസ്സിൽ ഉണ്ടാവണം. ഇത് ജീവിതത്തിൽ ഉണ്ടായോ? കഴിച്ച ഭക്ഷണത്തിന് അഡ്രസ്സാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത് കുറച്ചേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ പള്ളയെ സൂക്ഷിക്കണം, കണ്ണ് കാക്കണം, കാത് വളരെ ശ്രദ്ധിക്കണം, നാവിനെ നന്നായി നന്നാക്കണം, പള്ളയെ സൂക്ഷിക്കണം എന്നുള്ള ഉപദേശമാണ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നന്മയിലേക്ക് അല്ലാഹു പ്രദാനം ചെയ്യണം. ഒരുപാട് വ്യതിയാനങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിൽ വന്നു പോകുന്നതിൽ നിന്നൊക്കെ അല്ലാഹു തആല തിരിച്ചു വരണം. ഒരു ബോധനവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളിലൊക്കെ വിശ്വസ്തയോടുകൂടെ ജീവിച്ച് മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.